ഓം ശാന്തി. മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ ആത്മിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദേഹത്തിൽ വിരാജമാനായ ഞാൻ മസ്തകമധ്യേ പ്രകാശിക്കുന്ന ഒരു ജ്യോതിർമയ ആത്മാവാണ്. എൻ്റെ 4 ഭാഗത്തും ദിവ്യപ്രകാശത്തിൻ്റെ ആഭാമണ്ഡലം പരന്നിരിക്കുന്നു. ശരീരത്തിൻ്റെ ഓരോ അംഗവും ദിവ്യപ്രകാശം നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു തേജസ്വി പ്രകാശ ശരീരം ധാരണ ചെയ്തിരിക്കുന്നു. ഞാൻ ആത്മാ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെയും ബോധത്തിൽ നിന്ന് വേറിട്ട് ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ജ്ഞാനയോഗത്തിൻ്റെ ചിറകുകൾ കൊണ്ട് ഞാൻ ഫരിസ്ത തുറന്ന ആകാശത്തിൽ പറന്നുയരുന്നു. അവ്യക്തവതനത്തിൽ ഫരിസ്തകളുടെ ലോകത്തിലെത്തുന്നു. ഫരിസ്തകളുടെ ചക്രവർത്തി ബ്രഹ്മ ബാബ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ബാപ്പ് ദാദയുടെ സമീപമിരിക്കുന്നു. ബാപ്പ് ദാദയുടെ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ പരമാത്മാ ശക്തികളുടെ അനുഭവം ചെയ്യുന്നു. ബാപ്പ് ദാദ എനിക്ക് വരദാനം നൽകുന്നു. ഡബിൾ ലൈറ്റ് ഫരിസ്ത ഭവ. എൻ്റെ സൂക്ഷ്മ ഭാരങ്ങളെല്ലാം ബാബയിൽ സമർപ്പിച്ച് ഞാൻ ഭാരരഹിതനാകുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്ത സൂക്ഷ്മവദനത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന് വിശ്വത്തിൻ്റെ ഗ്ലോബിനു മുകളിൽ അവതരിച്ചിരിക്കുന്നു. വികാരങ്ങൾക്കധീനമായി അശാന്ത ആത്മാക്കൾക്ക് ജ്ഞാനാമൃതത്തിൻ്റെ അഞ്ജലി നൽകുന്നു. സുഖശാന്തിയുടെ ദാനം നൽകുന്നു. ഏതാത്മാക്കൾക്ക് ഏത് ശക്തിയാണോ ആവശ്യമായത് ആ സർവശക്തികളും പ്രദാനം ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. ഇന്ന് ഞാൻ സ്വരാജ്യ അധികാരിയായി ബാപ്പ് ദാദയുടെ മുന്നിലിരിക്കുകയാണ്. ബാപ്പ് ദാദ ഓരോ ബ്രാഹ്മണ കുട്ടിയെയും സ്വരാജ്യത്തിൻ്റെ സിംഹാസനാധികാരിയാക്കി. ഈ അധികാരം എനിക്ക്
അധികാരത്തിലൂടെ ഞാൻ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും അനുഭവം ചെയ്യുന്നു. എൻ്റെ മസ്തകത്തിൽ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരീടം തിളങ്ങുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യമാണുള്ളത്, ആ സമയത്ത് ആ ശക്തി കാര്യത്തിൽ ഉപയോഗിക്കുന്നു. സർവശക്തികളുടെ സമ്പത്തുണ്ടെങ്കിൽ യാതൊരു സമസ്യയും മുന്നിൽ നിൽക്കുകയില്ല. സമസ്യാമുക്തരാകുന്നു. ഞാൻ ബുദ്ധിയുടെ ലൈൻ ക്ലിയറാക്കി വയ്ക്കുന്നു. അപ്പോൾ നിർണയശക്തി തീവ്രമാകുന്നു. വർത്തമാന സമയത്ത് ബാപ്പുദാദ ഓരോ കുട്ടിയെയും വിഘ്നമുക്ത, സമസ്യാമുക്ത, പരിശ്രമമുക്തരായി കാണാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ ഫോളോ ഫാദർ ചെയ്യുന്നു. കർമ്മം ചെയ്യുമ്പോൾ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്നു. സ്ഥിതിയിൽ നിരാകാരി ശിവബാബയെ ഫോളോ ചെയ്യുന്നു. മനസ്സിൽ വ്യർത്ഥത്തിൻ്റെയും നെഗറ്റീവിൻ്റെയും ചെറുതും വലുതുമായ കറയുണ്ടെങ്കിൽ പുരുഷാർത്ഥത്തിൻ്റെ തീവ്രഗതിയിൽ തടസ്സം വരുന്നു. ഞാൻ ബാബയുടെ ശ്രീമതമനുസരിച്ച് ഓരോ ആത്മാവിനെ പ്രതിയും മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയും വെക്കുന്നു. മനസ്സ് സ്വച്ഛമാക്കുന്നു. അഹങ്കാരിക്ക് പോലും ഉപകാരത്തിൻ്റെ വിചാരം വെക്കുന്നു. ഞാൻ സ്വയം ചെക്ക് ചെയ്യുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും ശ്രേഷ്ഠവുമാണോ? അപ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതിയാകാൻ സാധിക്കുന്നു. ഈ അഭ്യാസം ഞാൻ വളരെ കാലത്തേക്ക് ചെയ്യുന്നു. അമൃതവേളയിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ സ്മൃതി ഉറപ്പാക്കുന്നു. ഞാൻ മലാഖ താഴെ സാകാരവദനത്തിൽ ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്ദേശം നൽകുന്നു അഥവാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നു. കാര്യം പൂർത്തിയായതും ശാന്തിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ പരസ്പരവും മാലാഖ രൂപത്തിൽ കാണുന്നു. എൻ്റെ മനോവൃത്തിയിലൂടെ മറ്റുള്ളവരും പതുക്കെ പതുക്കെ മാലാഖയായിത്തീരുന്നു. ഞാൻ ഒരു സെക്കൻഡിൽ മാലാഖ അഥവാ ഡബിൾ ലൈറ്റ് ആകാനുള്ള അഭ്യാസം ചെയ്യുന്നു. ആത്മബോധത്തിൻ്റെ ശക്തിശാലി സ്ഥിതിയിൽ സ്വാഭാവികമായിരിക്കുന്നു. മാലാഖസ്ഥിതിയും സ്വാഭാവികമാക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. ബാപ്ദാദ വരദാനം നൽകി എന്നെ സ്വരൂപമാക്കുന്നു. സാധനങ്ങളെ നിർലേപം അഥവാ വേറിട്ടതായി കാര്യത്തിൽ ഉപയോഗിക്കുന്ന പരിധിയില്ലാത്ത വൈരാഗിയായി ഭവിക്കൂ. ഞാൻ
ബാബയുടെ സ്നേഹി ആത്മാവാണ്. അതിനാൽ ഞാൻ വേറിട്ടതാകുന്നു. ബാബയുടെ പ്രിയപ്പെട്ടവർ സർവ ആകർഷണത്തിൽ നിന്നും വേറിടുന്നു. ഇതാണ് നിർലേപസ്ഥിതി. ഞാൻ പരിധിയില്ലാത്ത വൈരാഗി രാജഋഷി ആത്മാവാണ്. ഹൃദയത്തിൻ്റെ സത്യതയും ശുദ്ധതയുമുണ്ടെങ്കിൽ പ്രഭു സംപ്രീതനാകുന്നു. ഓ